Dear students, now I wish to discuss retaining walls. The retaining wall എന്ന് പറഞ്ഞാൽ a retaining wall is a structural wall designed to resist lateral pressure of soil. Retaining wall എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ വാളാണ്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലാറ്ററൽ പ്രഷർ ഓഫ് സോയിൽ റെസിസ്റ്റ് ചെയ്യാൻ. പിന്നെ വേറെ ഡെഫിനിഷൻ, എ റിട്ടൈനിങ് വാൾ ഈസ് എ സ്ട്രക്ചർ ദാറ്റ് റീറ്റെയിൻസ് എനി മെറ്റീരിയൽ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ് അവേ. റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ അത് സ്ട്രക്ചറാണ്, റീറ്റെയിൻസ് എനി മെറ്റീരിയൽ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ് അവേ. റീറ്റെയിൻസ് എനി മെറ്റീരിയൽ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ് അവേ. അല്ലേ, ഏത് മെറ്റീരിയലിനെ റിട്ടേൺ ചെയ്യുന്നിട്ട് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ് അവേ. സ്ലൈഡിങ് അത് നിരങ്ങി നീങ്ങുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൽ വരുന്ന ആംഗിൾ ഓഫ് റീപോസ്, ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. ആദ്യമായിട്ട് ആംഗിൾ ഓഫ് റീപോസ്. അല്ലേ, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ നാച്ചുറൽ സോയിൽ ഈസ് ലെഫ്റ്റ് അൺസപ്പോർട്ടഡ്. അല്ലേ, the natural soil is left unsupported for a long time. ഇപ്പോൾ ഒരു നാച്ചുറൽ സോയിൽ നമ്മളിപ്പോൾ മണ്ണൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, ടിപ്പറിലിട്ട് തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാലം അങ്ങനെ വെയിലും മഴയും കൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വെതർ ഡൗൺ അണ്ടിൽ ഇറ്റ് അറ്റൈൻസ് എ പെർമനൻറ്റ് സ്ലോപ്പ് വിത്ത് ഹൊറിസോണ്ടലായിട്ട് ഒരു പെർമനൻറ്റ് സ്ലോപ്പ് ഉണ്ടാവണ വരെ അതിങ്ങനെ നീങ്ങിയെടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറുമില്ല, ഒരു പെർമനൻറ്റ് സ്ലോപ്പ് അതന്നെ വിത്തൗട്ട് അത് റിട്ടൈനിങ് വാൾ അതന്നെ ഒരു സ്ലോപ്പിലായിട്ട് നിൽക്കും. കുറച്ച് അതിങ്ങനെ കീഞ്ഞിറങ്ങിയിട്ട് നിൽക്കും. ആൻഡ് ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ ഫൈ. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പെർമനൻറ്റ് സ്റ്റേറ്റിലേക്ക് അത് സ്വന്തം ആയി മാറും. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ ഫൈ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അല്ലേ, സിമ്പിളായിട്ട് ഒരു മണ്ണ് കൂട്ടിയിട്ടാൽ അത് കുറച്ച് മഴയും വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ഒരു പെർമനൻറ്റ് സ്റ്റേറ്റിലേക്ക് അത് നിൽക്കും. പിന്നെ അതിന് അധികം അത് ഇറങ്ങി നീങ്ങൊന്നുമില്ല. അപ്പോൾ ആ ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ്. ഈ വരുന്ന ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷറാണ് ആദ്യം. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ ദ റീറ്റൈനിങ് വാൾ ഈസ് കെപ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. അല്ലേ, ബൈ ദി റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ അലോങ് ദി പ്ലെയിൻ ഓഫ് ഫെയിലിയർ വെഡ്ജ്. അല്ലേ, റീറ്റൈനിങ് വാൾ ഒരു ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബൈ ദി റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ. ആ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോയിൽ അലോങ് ദി പ്ലെയിൻ ഓഫ് ഫെയിലിയർ വെഡ്ജ്. അല്ലേ, ഒരു ഫെയിലിയർ വെഡ്ജിൽ ഒരു ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഫോഴ്സും ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് ഫെയിലിയർ വെഡ്ജ്. There is a limiting pressure within which the retaining wall may move away from the backfill. ആ ഒരു ലിമിറ്റിംഗ് പ്രഷർ ഉണ്ട്. അതായത് അവിടുന്ന് ആ ലിമിറ്റ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതായിട്ട് അവിടെ നിൽക്കുന്നത്. There is a limiting pressure within which retaining wall may move away from backfill. ബാക്ക്ഫില്ലിന് മൂവ് ചെയ്യാൻ പറ്റിയ ലിമിറ്റിംഗ് പ്രഷർ ഉണ്ട്. The minimum pressure exerted by the soil mass on the retaining wall is called active earth pressure. അല്ലേ, ആ മിനിമം പ്രഷർ exerted by the soil mass on the retaining wall is called active earth pressure. ഈ മിനിമം പ്രഷർ എക്സേർട്ടഡ് ബൈ സോയിൽ മാസ്, ഈ സോയിൽ മാസ് റീറ്റൈനിങ് വാളിൽ ആക്ട് ചെയ്യുന്ന ഈ മിനിമം പ്രഷറാണ്. മിനിമം പ്രഷർ, ഐ റിപ്പീറ്റ്, മിനിമം പ്രഷർ. അല്ലേ, മിനിമം പ്രഷർ exerted by the soil mass on the retaining wall is called active earth pressure. ഇതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഇക്വിലിബ്രിയത്തിലാകാനും വേണ്ടി കൊടുക്കേണ്ട മിനിമം പ്രഷർ. ഇനി അടുത്ത പാസീവ് എർത്ത് പ്രഷർ. പാസീവ് എർത്ത് പ്രഷറിൽ മാക്സിമം എർത്ത് പ്രഷർ ഡ്യൂ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ ഈസ് കാൾഡ് പാസീവ് എർത്ത് പ്രഷർ. അത് മാക്സിമം എർത്ത് പ്രഷർ തന്നെയാണ്. പാസീവ് എർത്ത് പ്രഷറാണ്. ആക്റ്റീവ് എർത്ത് പ്രഷറാണ് മിനിമം എർത്ത് പ്രഷറായിരുന്നു. ഇത് മാക്സിമം എർത്ത് പ്രഷർ ഡ്യൂ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ ഈസ് കാൾഡ് പാസീവ് എർത്ത് പ്രഷർ. അതുകൊണ്ട് മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാളിൽ ഉണ്ടാവും. റിട്ടൈനിങ് വാളിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവും.
ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസിൽ മിനിമം പ്രഷർ എക്സേർട്ടഡ് ബൈ സോയിൽ മാസ് ഓൺ ദി റിട്ടൈനിങ് വാൾ, അത് മിനിമം പ്രഷറായിരുന്നു. അത് ഈ പാസീവ് എർത്ത് പ്രഷറിൻ്റെ കേസിൽ ഇത് മാക്സിമം എർത്ത് പ്രഷർ ഡ്യൂ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ ഈസ് കാൾഡ് പാസീവ് എർത്ത് പ്രഷർ അല്ലേ. പിന്നെ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസിൽ റിട്ടൈനിങ് വാൾ ഈസ് കെപ്റ്റ് ഇൻ ഇക്വിലിബ്രിയം, അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാനും വേണ്ടി എക്സിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്, അത് ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഉണ്ടാകുന്ന മണ്ണുകൾ ഉള്ള ഫെയിലിയർ പഠിച്ചിട്ടുണ്ടാകുക. ദർ ഈസ് എ ലിമിറ്റിംഗ് പ്രഷർ വിത്തിൻ വിച്ച് ദ റിട്ടൈനിങ് വാൾ മേ മൂവ് അവേ ഫ്രം ദി ബാക്ക് പ്ലേറ്റ്. ഒരു ലിമിറ്റിംഗ് പ്രഷർ ഉണ്ട്, ഏറ്റവും ചെറിയ ലിമിറ്റിംഗ് പ്രഷർ, അതുകൊണ്ട് മൂവ് ചെയ്ത് തുടങ്ങും. ആ ഒരു മിനിമം പ്രഷറാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. പിന്നെ പാസീവ് എർത്ത് പറഞ്ഞാൽ മാക്സിമം എർത്ത് പ്രഷർ ഡ്യൂ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ ഈസ് കാൾഡ്. ആ മാക്സിമം എർത്ത് പ്രഷർ ഉണ്ടാവും ഡ്യൂ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ. റിട്ടൈനിങ് വാളിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ ദി റിട്ടൈനിങ് വാൾ ഈസ് കാൾഡ് പാസീവ് എർത്ത് പ്രഷർ. ഇനി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആക്റ്റീവ് എർത്ത് പ്രഷർ ഓൺ റിട്ടൈനിങ് വാൾ ബൈ റാങ്കിൻസ് മെത്തേഡ് അല്ലേ. റാങ്കിൻസ് മെത്തേഡ് അതുകൊണ്ട് ആക്റ്റീവ് എർത്ത് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയാം. ഇതാണ് നമ്മൾ റിട്ടൈനിങ് വാൾ. അപ്പോൾ അതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് ഓഫ് റാങ്കിൻസ് തിയറി. റിട്ടൈനിങ് വാൾ മെറ്റീരിയൽ ഈസ് കോയിഷൻസ് ദ റീറ്റൈൻഡ് മെറ്റീരിയൽ ഈസ് കോയിഷൻസ് ലെസ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന സോയിൽ കോയിഷൻ ലെസ് ആണ്, അതായത് അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് റാങ്കിൻ്റെ ഫസ്റ്റ് അസംഷൻ. ആ തിയറി ഉണ്ടാക്കാനുള്ള അസംഷൻസ് എന്ന് പറയുന്നത് 3 അസംഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ സോയിൽ കോയിഷൻ ലെസ് ആണെന്നുള്ള. രണ്ടാമത്തെ ദ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ റീറ്റൈനിങ് വാൾ ആൻഡ് ദി റീറ്റൈൻഡ് മെറ്റീരിയൽ ഈസ് നെഗ്ലക്റ്റഡ് അല്ലേ. ഇവിടെ നമുക്ക് റീറ്റൈൻ ചെയ്യുന്ന മെറ്റീരിയലും ഈ റീറ്റൈനിങ് വാളും തമ്മിലുള്ള ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് അത് നെഗ്ലിജിബിൾ ആണെന്നാണ് രണ്ടാമത്തെ അസംഷൻ. അത് നെഗ്ലിജിബിൾ ആണെന്നാണ് വാൾ മെറ്റീരിയൽ ഈസ് നെഗ്ലക്റ്റഡ് അല്ലെ, അത് കണക്കാക്കുന്നില്ല, അത് നെഗ്ലിജിബിൾ ആണ്. ഈ ഫെയിലിയർ ടേക്ക് പ്ലേസ് ഇറ്റ് വിൽ ഒക്കർ ഇൻ എ പ്ലെയിൻ നോൺ ആസ് പ്ലെയിൻ ഓഫ് റപ്ചർ. ഫെയിലിയർ ഉണ്ടാകുകയാണെങ്കിൽ ആ ഉണ്ടാകുന്ന ഒരു പ്ലെയിനിലാണ്, ആ പ്ലെയിനിനെ പറയുന്ന പേരാണ് പ്ലെയിൻ ഓഫ് റപ്ചർ. ഈ തിയറി പറയുന്ന പോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്, h/3 ഇതിൻ്റെ പ്രഷർ ആക്ട് ചെയ്യുക. ഇത് റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദി ബോട്ടം. ഈ ബോട്ടത്തിലുള്ള മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഗാമ h ഇൻറ്റു 1 - sin phi ബൈ 1 + sin phi കേട്ടോ. മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദി ബോട്ടം എന്ന് പറഞ്ഞാൽ ഗാമ h ഇൻറ്റു 1 - sin phi ബൈ 1 + sin phi. അതാണ് മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദി ബോട്ടം. ബോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് റീറ്റൈൻഡ് വാളാണ്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫൈ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് കൂട്ടിയിട്ടിട്ട് അത് ഒരു സ്റ്റേറ്റിലേക്ക് എത്തും, ആ അപ്പം ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ്. ഗാമ പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എർത്ത് ആണ് അല്ലേ, അവിടെ ഉണ്ടാകുന്ന മണ്ണിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ്. ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ ഓൺ ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസ്, അതിൻ്റെ വെർട്ടിക്കൽ ഫേസിൽ ഉണ്ടാകുന്നത് ഇവിടെ വെർട്ടിക്കൽ ഫേസ് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന റിട്ടൈനിങ് വാളിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് ഞാൻ അടുത്ത് കാണാൻ പോകുന്നത്. ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് വാളാണ്. അതായത് ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഇതിൻ്റെ ആവറേജ് പിന്നെ ഏരിയ ഓഫ് ദി വാളാണ് അല്ലേ. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ 1/2 അല്ലേ, 1/2 എടുക്കും നമ്മൾ. പിന്നെ ഗാമ h 1 - sin phi ബൈ 1 + sin phi. പിന്നെ ഇത് ഏരിയയാണ്. ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ h/1 യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് h, പിന്നെ ഹൈറ്റും അതാണ് അതിൻ്റെ ഏരിയ, നമ്മൾ കോണ്ടാക്റ്റുള്ള ഏരിയ അല്ലേ. അത്രയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു ഗാമ h 1 - sin phi ബൈ 1 + sin phi. അതാണ് ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ ഓൺ ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസ്. ആ വെർട്ടിക്കൽ ഫേസിൽ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ, ഈ വെർട്ടിക്കൽ ഫേസിൽ ഉണ്ടാകുന്ന എർത്ത് പ്രഷർ. ഇനി പി എന്ന് പറഞ്ഞാൽ പി ആക്ട് അറ്റ് h/3 ഫ്രം ദി ബോട്ടമാണ്. പി പ്രഷർ ഗാമ h²/2 അതന്നെ ഇപ്പോൾ ചെയ്ത് തന്നെ അത് റീഅറേഞ്ച് ചെയ്തിരുന്നതാണ്. കണ്ടോ, പ്രഷർ എർത്ത് പ്രഷർ അതിനെ റീഅറേഞ്ച് ചെയ്തിരുന്നതാണ്. ഈ h ഗാമ h² ആവും. ഗാമ h²/2 ഇൻറ്റു 1 - sin phi ബൈ 1 + sin phi. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ പി ആക്ട് അറ്റ്
h/3 ഫ്രം ദി ബോട്ടം. പിന്നെ വേറെ ടേം കൂടി ഉണ്ട്, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് PS. അത് പറഞ്ഞാൽ ഗാമ എ ഇൻറ്റു എച്ച് 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5. ഗാമ എ ഇൻറ്റു എച്ച് ഈ ഇക്വേഷനെ പോലെ തന്നെ എച്ച്, പക്ഷേ ഗാമ എ എന്ന് വരുന്നത് ഗാമ എ എച്ച് ഇൻറ്റു 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 അല്ലേ, സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5. ഇനി നമുക്ക് വരുന്നൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ റീറ്റെയിനിങ് വാൾ ഓഫ് റെക്റ്റാങ്കുലർ സെക്ഷനിലെ റീറ്റെയിനിങ് വാളാണ്. ഹാസ് 5 മീറ്റർ ഹൈറ്റ്, 5 മീറ്ററാണ് ഹൈറ്റ്, ആൻഡ് 2 മീറ്റർ വിഡ്ത്ത്, 2 മീറ്ററാണ് വിഡ്ത്ത്. ദ വാൾ റീറ്റെയിൻ സോയിൽ ഫോർ ഫുൾ ഹൈറ്റ്. ഫുൾ ഹൈറ്റിൽ തന്നെ സോയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, ഫുൾ ഹൈറ്റിൽ തന്നെ സോയിലിനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. Find and plot the distribution of stresses at the base of the masonry. ഇതിൻ്റെ താഴെ ബേസിൽ വരുന്ന ഇതിൻ്റെ മാക്സിമം ആൻഡ് മിനിമം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സ്ട്രെസ് ഡയഗ്രം വരയ്ക്കുക. ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഈസ് 17 kN/m³. സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് 17 kN/m³ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് മാസൺറി ഈസ് 22. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് മാസൺറി പടവിൻ്റെ 22, സോയിലിൻ്റെ 17 ആംഗിൾ ഓഫ് റീപോസ് 5 ഓഫ് സോയിൽ റീറ്റെയിൻഡ് ഈസ് 30 ഡിഗ്രി. ആംഗിൾ ഓഫ് റീപോസ് 30 ഡിഗ്രിയാണ്. പൊസിഷൻ പറഞ്ഞാൽ എച്ച് 5 മീറ്ററാണ്, ബി 2 മീറ്ററാണ്. ഈ സ്മോൾ എച്ചും 5 മീറ്ററാണ്, കാരണം അത്രയും തന്നെ ഫുൾ ഹൈറ്റിൽ തന്നെ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. 5 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഗാമ അത് സോയിലിൻ്റെ 17ഉം മറ്റേ മാസൺറി പടവിൻ്റെ 22 ആണ്. എർത്ത് പ്രഷർ പി എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ ബൈ 2 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 അല്ലേ. അതിൽ കൊടുക്കുമ്പോൾ 17 ഇൻറ്റു 5 സ്ക്വയർ ആണ് ഹൈറ്റ് ബൈ 2 1 മൈനസ് സൈൻ 30 ബൈ 1 പ്ലസ് സൈൻ 30 കൊടുക്കുമ്പോൾ 70.83 kN കിട്ടും. പിന്നെ പി ആക്ടിവേറ്റ് h/3 ഫ്രം ദി ബേസ്. h/3 എടുക്കുമ്പോൾ 5/3 1.66 മീറ്റർ എന്ന് കിട്ടും. പിന്നെ സെൽഫ് വെയിറ്റ് ഓഫ് റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ W ഇൻറ്റു ഏരിയ ഓഫ് ദി W പറഞ്ഞാൽ ആ മാസൺറീൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്, അത് 22. പിന്നെ ഏരിയ 2 ബ്രെഡ്ത്ത് 5 മീറ്റർ ഹൈറ്റും. അപ്പോൾ 22 ഇൻറ്റു 2 ഇൻറ്റു 5 അപ്പോൾ 220 kN കിട്ടും അല്ലേ. പിന്നെ W ആക്ട് അറ്റ് എക്സ് ബാർ അല്ലേ, എക്സ് ബാറിലാണ് W ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ B/2 പറഞ്ഞാൽ 2/2 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലേ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ ഡാമിൻ്റെ കേസ് പറഞ്ഞാണ് Z കാണുമ്പോൾ എക്സ് ബാർ പ്ലസ് P/W ബൈ h/3 അല്ലേ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ B/2 ആണ്, അത് കാരണം റെക്റ്റാങ്കിൾ ആണ് 2/2. അപ്പോൾ എക്സ് ബാർ പ്ലസ് P/W ബാർ P/W ഇൻറ്റു h/3. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് പി എന്ന് പറഞ്ഞാൽ 70.83 W പറഞ്ഞാൽ 220 നമുക്കിവിടെ കിട്ടി. 220 അതായത് സെൽഫ് വെയിറ്റ് ഓർ റിട്ടൈനിങ് വാളാണ്. 22 ഇൻറ്റു 2 ഇൻറ്റു അപ്പോൾ 220 ഇൻറ്റു h/3 പറഞ്ഞാൽ 5/3. അപ്പോൾ 1.53 എന്ന് കിട്ടും. Z 1.53 മീറ്റർ എന്ന് കിട്ടും. E എന്ന് പറഞ്ഞാൽ Z മൈനസ് P/2 ആണ്. 1.53 മൈനസ് 1 ആണ്, അപ്പോൾ 0.53 പറഞ്ഞാൽ ഡാമിൻ്റെ കേസ് വരുന്ന E പോലെ തന്നെയാണ് ഇതൊരു. അപ്പോൾ എഫ് മാക്സ് എടുക്കുമ്പോൾ W/P 1 പ്ലസ് 6E/P അത് പറഞ്ഞാൽ 220/2, B എന്ന് പറഞ്ഞാൽ 2 1 പ്ലസ് 6 ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 0.53, B അഗെയിൻ B 2 അപ്പോൾ 284 kN/m². എഫ് മിനിമം എടുക്കുമ്പോൾ അഗെയിൻ W എന്ന് പറഞ്ഞാൽ 220 അതായത് സെൽഫ് വെയിറ്റ് വാളും ബൈ B എന്ന് പറഞ്ഞാൽ 2 അല്ലേ 1 മൈനസ് 6 E എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു Z മൈനസ് B/2. Z എന്ന് പറഞ്ഞാൽ 1.53 ആണ്, മൈനസ് 6 ഇൻറ്റു 0.53/2 അപ്പോൾ മൈനസ് 64 kN/m² എന്ന് കിട്ടും. എന്നിട്ട് അത് ഒരു ഡയഗ്രാമായിട്ട് വരയ്ക്കുക.
എഫ് മിനിമം മുകളിലേക്കും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എഫ് മിനിമം മുകളിലേക്കും പോസിറ്റീവ് താഴേക്കുമായിട്ട് വരച്ചിട്ട് എഫ് മാക്സ് ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കും. That's all about today's presentation. Next, we wish to start from the next presentation, the analysis of fixed beams. The last chapter of second module. Last chapter we will deal in next presentation. Thank you.